ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മൾ ഋഷുഫലത്തിൽ ആയില്യ നക്ഷത്രക്കാരെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആശ്ലേഷ നക്ഷത്രം എന്നും പറയും. ഇവർക്ക് ഔദ്യോഗിക കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ, ആരോഗ്യത്തിൽ പല വെല്ലുവിളികളും വളർച്ചയും ഒരേ സമയത്ത് അനുഭവപ്പെടും. ഔദ്യോഗിക കാര്യങ്ങളും ആരോഗ്യ കാര്യങ്ങളും പല വിധത്തിലുള്ള വെല്ലുവിളികളും വളർച്ചയും ഒരേ സമയത്ത് അനുഭവപ്പെടും. മനസ്സിലെ ദുർബലതകളെ മറികടക്കാൻ മനസ്സ് നില ഉറപ്പിക്കേണ്ട വർഷമാണിത്. മനസ്സിലെ ദുർബലതകളെ മറികടക്കാൻ മനസ്സ് നില ഉറപ്പിക്കേണ്ട വർഷം കൂടെയാണ് ഇത്. ആത്മവിശ്വാസം വർദ്ധിക്കും. പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. ആത്മവിശ്വാസം വർദ്ധിച്ച് പുതിയ ആത്മീയതയിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. ചില ജീവിത മേഖലകളിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ അനുഭവപ്പെടാം. ജോലിയിൽ ഉന്നതി കാണാം. പ്രൊമോഷൻ, ചുമതലകളുടെ വർധന എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനോ എക്സ്പാൻഡ് ചെയ്യുവാനോ ഉള്ള വർഷമാണ് ഇത്. ചില നിയമപ്രശ്നങ്ങൾ വന്നേക്കാം, അത് ഒഴിവാക്കണം. ജോലി തേടുന്നവർക്ക് അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കൃത്യമായ പ്ലാനിങ്ങിലൂടെ മികച്ച സാമ്പത്തിക നേട്ടം കൈവരിക്കാം. പുതിയ നിക്ഷേപങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. പഴയ കടങ്ങൾ തീർത്തു പോകാം. സ്നേഹബന്ധങ്ങളും കുടുംബജീവിതവും സമാധാനപരമായിരിക്കും. ബന്ധങ്ങൾക്കുള്ള സമയമാണിത്. വധൂവര അന്വേഷണം വിജയം കാഴ്ചവെക്കാം. പുതിയ സൗഹൃദങ്ങളും പ്രണയബന്ധങ്ങളും വളരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും വേണ്ട പിന്തുണ നൽകേണ്ടതുണ്ട്. മനോഭാരവും സമ്മർദ്ദവുമൊക്കെ ആരോഗ്യത്തെ ബാധിക്കാം. ഇത്തവണ ശ്രദ്ധിക്കുക, മനോഭാരവും സമ്മർദ്ദവുമൊക്കെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം. ഉറക്കക്കുറവ് ഒഴിവാക്കുക. ഭക്ഷണശീലം കർശനമായി പാലിക്കുക. എന്ത് അസുഖം വന്നാലും നേരത്തെ ചികിത്സ സ്വീകരിക്കുന്നത് ഗുണകരമായിരിക്കും. കഠിന അധ്വാനവും പ്രത്യാശയും ഒരുപോലെ കരുതണം. അവസരങ്ങൾക്ക് മുതിരുക, ഭയന്നു പോകരുത്. മനസ്സിനെ നിയന്ത്രിക്കാൻ യോഗയും ധ്യാനവും പ്രയോജനപ്പെടാം. പുതിയ അറിവുകളും പ്രായോഗിക അനുഭവങ്ങളും നേടുക. ആയില്യ നക്ഷത്രക്കാർക്കുള്ള 2025 കരുത്തും ആത്മവിശ്വാസവും കൈവരിച്ച് പ്രതിസന്ധികളെ മറികടക്കാൻ പ്രചോദനം നൽകുന്ന ഒരു വർഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.